ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7th ക്ലാസ്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെൻറ്റിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുകളാണ്. നോക്കാം നമുക്ക്. ഡിഫൈൻ ഭക്തി മൂവ്മെൻറ്റ്. ഭക്തി ഈസ് ദ ടോട്ടൽ സബ്മിഷൻ ഓഫ് ഓൺസ് ലൈഫ് ടു ഗോഡ്. ദ ഐഡിയാസ് ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് എറൈസ് ഔട്ട് ഓഫ് ഭക്തി ഈസ് നോൺ ആസ് ഭക്തി മൂവ്മെൻറ്റ്. ഒരാൾ അയാളുടെ ലൈഫ് ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഈ ഭക്തിയിൽ നിന്നും ഉണ്ടായ ഐഡിയാസിനെയും ആക്ടിവിറ്റീസിനെയുമാണ് ഭക്തി മൂവ്മെൻറ്റ്. അതുമൂലമാണ് ഈ ഭക്തി മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത്. ഭക്തിയിൽ നിന്നും ഇറേസ് ചെയ്ത ഉണ്ടായി വന്ന ഐഡിയാസും അതിനെ ചൊല്ലിയുള്ള പ്രവർത്തനങ്ങളുമാണ് ഈ ഭക്തി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. റൈറ്റ് എ നോട്ട് ഓൺ ആൾവാർസ് ആൻഡ് നയനാർസ്. ആൾവാർസും നയനാർസിനെ പറ്റി എഴുതാനാണ്. ആൾവാർസ് ആൻഡ് നയനാർസ് എന്ന് പറയുന്നത് ഒരു ഭക്തി മൂവ്മെൻറ്റ്, അതായത് റിലീജിയസ് മൂവ്മെൻറ്റ് നയിച്ചിരുന്നവരാണ്. അപ്പോൾ നോക്കാം നമുക്ക്. പോയറ്റ്സ് ഇൻ സൗത്ത് ഇന്ത്യ റോട്ട് ഹേർട്ട് ഫെൽറ്റ് ആൻഡ് ഡിവോഷണൽ സോങ്സ് ദാറ്റ് എക്സ്പ്രസ്ഡ് ദെയർ ഡീപ്പ് ആൻഡ് അൺവേവറിംഗ് ലവ് ഫോർ ദെയർ ചൂസൺ ഡൈറ്റി. The Bhakti poets who were the devotees of Vishnu were known as ആൾവാർസ്. ആൾവാർസ് എന്ന് പറയുന്നത് വിഷ്ണുവിനെ ആരാധിക്കുന്നവരെയാണ് ആൾവാർസ് എന്നറിയപ്പെടുന്നത്. നയനാർസ് എന്ന് പറയുന്നത് ശിവനെ ആരാധിക്കുന്നവരെയാണ് നയനാർസ് എന്നറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലായിരുന്നു ഈ ആൾവാർസും നയനാർസും ഉണ്ടായിരുന്നത്. അവർ റോട്ട് ഹേർട്ട് ഫെൽറ്റ് ആൻഡ് ഡിവോഷണൽ സോങ്സ്. അവർ പൊയറ്റുകളായിരുന്നു, അതായത് എഴുത്തുകാരായിരുന്നു. അവർ ഡിവോഷണൽ ഭക്തിഗാനങ്ങളും ഹാർട്ട് ഫെൽട്ടായിട്ടുള്ള ഭക്തിഗാനങ്ങൾ എഴുതിയിട്ട് അവരുടെ ഡീപ്പായിട്ട് അൺവേവറിങ് ലവ് ഫോർ ദെയർ ചൂസൺ ഡൈറ്റി, അവരുടെ ഇഷ്ടപ്പെട്ട ഡൈറ്റി. ഇപ്പോൾ ആൾവാർസിൻ്റെ കാര്യം പറഞ്ഞാൽ അവരുടെ ഡൈറ്റി വിഷ്ണുവാണ്, നയനാർസിൻ്റെ കാര്യം പറഞ്ഞാൽ ശിവനാണ്. അപ്പോൾ ഇവരുടെ ഡൈറ്റിയോടുള്ള ഒരു സ്നേഹം, അൺവേവറിങ് എന്ന് വെച്ചാൽ എന്താണ്? അൺവേവറിങ് എന്ന് വെച്ചാൽ ചഞ്ചലമായിട്ടുള്ളത്, ആർക്കും നശിപ്പിക്കാൻ പറ്റത്തില്ല എന്നാണ്. ചഞ്ചലമായിട്ടുള്ള അവരുടെ ഡീപ്പായിട്ടുള്ള കഠിനമായിട്ടുള്ള അവരുടെ ലവ്, അതാണ് ഇവരുടെ പ്രധാനപ്പെട്ട മുഖമുദ്ര എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെൻഷൻ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവങ്ങൾ. ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്സ്: ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ, സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം. ആക്സസ് ടു ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം. ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ്, ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും. ഡീപ്പ് ഡിവോഷൻ ടു ദി ബിലവഡ് ഡൈറ്റി, ഇഷ്ട ദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന. കമ്പോസിഷൻ ആൻഡ് സിംഗിങ് ഓഫ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജസ്. വെർണാക്കുലർ ലാംഗ്വേജ് എന്ന് വെച്ചാൽ പ്രാദേശിക ഭാഷയിലുള്ള കീർത്തനങ്ങളുടെ രചനയും ആലാപനവും. എക്സ്പ്ലെയിൻ എബൌട്ട് ദ മൂവ്മെൻറ്റ് ഇൻ ഡീറ്റെയിൽ. അപ്പോൾ ഭക്തി മൂവ്മെൻറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കുറിപ്പാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ദ ഭക്തി മൂവ്മെൻറ്റ് എമാർജ്ഡ് ആസ് എ പോപ്പുലർ മൂവ്മെൻറ്റ് ഇൻ തമിഴ്നാട്ടിലാണ് ഇത് വളരെ പോപ്പുലറായിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള മൂവ്മെൻറ്റായിട്ട് ഉടലെടുത്തത്, എമാർജ് ചെയ്തത്. ആൾവാർസ് ആൻഡ് നയനാർസ് ട്രാവൽഡ് ഫ്രം പ്ലേസ് ടു പ്ലേസ് സിംഗിങ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജസ്. അതായത് വെർണാക്കുലർ ലാംഗ്വേജസിൽ ആൾവാർസും നയനാർസും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് യാത്ര ചെയ്ത് ഭക്തിഗാനങ്ങൾ പാടുമായിരുന്നു. അത് ആൾവാർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷ്ണുവിനെ ആരാധിക്കുന്നവരെ ആൾവാർസ് എന്നും ശിവനെ ആരാധിക്കുന്നവരെ നയനാർസ് എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. വിച്ച് ഹെൽപ്ഡ് ഇൻ സ്പ്രെഡിങ് ഡിവോഷൻ എമംഗ് ദി പീപ്പിൾ. ഇത് ജനങ്ങളുടെ ഇടയിൽ ഒരു ഭക്തി സ്പ്രെഡ് ചെയ്യാൻ, വ്യാപിപ്പിക്കാൻ സഹായിച്ചു. ഇനി ദ കമ്പോസിഷൻ ഓഫ് ഭക്തി പോയറ്റ്സ് ഹാഡ് എ ഗ്രേറ്റ് ഇമ്പാക്റ്റ് ഓൺ ദി കോമൺ പീപ്പിൾ. അപ്പോൾ ഈ കമ്പോസിഷൻ ഓഫ് ഭക്തി എന്ന് ഭക്തി പോയറ്റ്സിൻ്റെ ഈ കമ്പോസിഷൻ രചനകൾ ജനങ്ങളുടെ ഇടയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സഹായിച്ചു. വെൻ ഈവിൾ പ്രാക്ടീസസ് ആൻഡ് ഇൻഇക്വാളിറ്റീസ് ഡോമിനേറ്റഡ്. ആ സൊസൈറ്റിയിൽ എങ്ങനെയായിരുന്നു? ഈവിൾ പ്രാക്ടീസസ് ഇൻഇക്വാളിറ്റീസ് നിലനിന്നിരുന്നൊരു സൊസൈറ്റി ആയിരുന്നു. അതല്ലേ നമ്മൾ പറഞ്ഞിരുന്നു ഏതാണ് ഈവിൾ പ്രാക്ടീസസ്, എന്താണ് ഇൻഇക്വാളിറ്റീസ് എന്നൊക്കെ ഞാൻ പാഠഭാഗത്ത് വിശദീകരിച്ച് തന്നിരുന്നു. അപ്പോൾ അത് നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ ഇവരുടെ കമ്പോസിഷൻ ഓഫ്
ഈ ഭക്തി പോയിട്ടിൻ്റെ ഭക്തി ഗാനങ്ങളുടെ കമ്പോസിഷനും കാര്യങ്ങളുമെല്ലാം ജനങ്ങളുടെ ഇടയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സഹായിച്ചു. ദി മീനിങ്ലെസ് കസ്റ്റമറി പ്രാക്ടീസസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ സൊസൈറ്റി വെയർ ക്വസ്റ്റ്യൻഡ്. അങ്ങനെ ഒരു മീനിങ്ലെസ് വെച്ചാൽ അർത്ഥമില്ലാത്ത കുറേ കസ്റ്റമറീസ് ആചാരങ്ങൾ നിലനിന്നിരുന്നു അല്ലേ. സതി, ചൈൽഡ് മാരേജ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെന്തോ കാസ്റ്റ് സൂപ്രമസി, ഇതൊക്കെ നിലനിന്നിരുന്ന ആ ഒരു സമൂഹത്തിൽ ഇതിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ, ഈ മീനിങ്ലെസ് ആയിട്ടുള്ള ഈ റിച്വൽസിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ സഹായിച്ചു. ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ഓൾ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി വെയർ അട്രാക്റ്റഡ് ടു ഭക്തി മൂവ്മെൻറ്റ്. എന്ന് വെച്ചാൽ ജാതി ഭേദമന്യേ എല്ലാവർക്കും ഭക്തി മൂവ്മെൻറ്റിലോട്ട് അട്രാക്റ്റായി, ആകർഷിച്ചു. ദ റൈറ്റിങ്സ് ഓഫ് ആൾവാർസ് ആൻഡ് നയനാർസ് പോപ്പുലറൈസ്ഡ് ഹിന്ദുയിസം. അപ്പോൾ ഹിന്ദുയിസത്തെ പോപ്പുലറൈസ് ചെയ്തത് ആൾവാർസിൻ്റെയും നയനാർസിൻ്റെയും റൈറ്റിങ്സുകളാണ്, എഴുത്തുകളാണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ബസവണ്ണ. ബസവണ്ണ നമുക്കറിയാം വീരശൈവ മൂവ്മെൻറ്റിൻ്റെ ഫൗണ്ടറാണ് ബസവണ്ണ നമുക്കറിയാം. ഡിസ്കഷൻസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ അനുഭവ മണ്ഡപം. ദ ഫോറം വാസ് സെറ്റപ്പ് ബൈ ബസവണ്ണ. അപ്പം ബസവണ്ണ സെറ്റപ്പ് ചെയ്തൊരു പ്ലാറ്റ്ഫോം, ഫോറം വെച്ചാൽ പ്ലാറ്റ്ഫോം ആയിരുന്നു. അതാണ് അനുഭവ മണ്ഡപം. അവിടെ വെച്ചിട്ടാണ് ഈ ഡിസ്കഷൻസുകളെല്ലാം നടന്നിരുന്നത്. ബസവണ്ണ വാസ് ദ 12th century ഫിലോസഫർ, പോയിറ്റ് ആൻഡ് സോഷ്യൽ റിഫോർമർ ഫ്രം കന്നഡ ദേശ. He wanted to raise awareness about social discrimination and worked hard to stop it. അല്ലേ, സോഷ്യൽ ഡിസ്ക്രിമിനേഷനെ പറ്റി ജനങ്ങളുടെ ഇടയിൽ ഒരു അവയർനെസ് ഉണ്ടാക്കാൻ അദ്ദേഹം സഹായിച്ചു. അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ, സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന വേർതിരിവ്, ഡിസ്ക്രിമിനേഷനെതിരെ അദ്ദേഹം വളരെ കഠിനമായിട്ട് പ്രയത്നിച്ചു. സപ്പോർട്ടിങ് ഫോർ ഫ്രീഡം, അവർക്കുടെ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചു. ഇക്വാളിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ത്രൂ ഹിസ് വീരശൈവ മൂവ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റിൻ്റെ പേരാണ് വീരശൈവ മൂവ്മെൻറ്റ്. നെക്സ്റ്റ് നോക്ക്, പോയിൻ്റ് ഔട്ട് സം മേജർ ആക്ടിവിറ്റീസ് ഓഫ് വീരശൈവ മൂവ്മെൻറ്റ്. എന്ന് വെച്ചാൽ വാട്ട് ഈസ് വീരശൈവ മൂവ്മെൻറ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വീരശൈവ മൂവ്മെൻറ്റ്, ആക്ടിവിറ്റീസ് ഓഫ് വീരശൈവ മൂവ്മെൻറ്റ്, ഇതൊക്കെ ചോദിച്ചാൽ ഇത് തന്നെ ആൻസർ എഴുതേണ്ടത്. ബ്രാഹ്മണിക്കൽ സൂപ്രമസി ആൻഡ് ദ ഓതൻറ്റിസിറ്റി ഓഫ് ദ വേദാസ് വെയർ ക്വസ്റ്റ്യൻഡ്. അതായത് ബ്രാഹ്മണിക്കൽ സൂപ്രമസിയും അതിൻ്റെ ഓതൻറ്റിസിറ്റിയും അതുപോലെ തന്നെ വേദങ്ങളുടെ ഓതൻറ്റിസിറ്റി, അസ്തിത്വവും ഒക്കെ ഇവർ ക്വസ്റ്റ്യൻ ചെയ്തു. പീപ്പിൾ വെയർ എഡ്യൂക്കേറ്റഡ് എഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് വുമൺ. അപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള വേർതിരിവും അതുപോലെ തന്നെ ജാതി വ്യവസ്ഥയ്ക്കുമെതിരെയെല്ലാം പീപ്പിളെ അവയർനെസ് ആക്കി, എഡ്യൂക്കേറ്റ് ചെയ്തു. മൊണോത്തീസം വാസ് എൻകറേജ്ഡ്. മൊണോത്തീസം എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസം. ഇനി ഹി ഓപ്പോസ്ഡ് ചൈൽഡ് മാരേജ് ആൻഡ് എൻകറേജ്ഡ് മാരേജ് ആഫ്റ്റർ പുബർട്ടി ആൻഡ് വിഡോ റീമാരേജ്. അദ്ദേഹം ചൈൽഡ് മാരേജിനെ എതിർത്തു, ശൈശവ വിവാഹത്തെ എതിർത്തു. മാരേജ് ആഫ്റ്റർ പുബർട്ടി എന്ന് വെച്ചാൽ പ്രായപൂർത്തിയായതിനു ശേഷമുള്ള മാരേജ് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ആൻഡ് വിഡോ റീമാരേജ്, വിധവകളുടെ പുനർവിവാഹവും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. കബീർ ആസ് എ പ്രൊപ്പഗേറ്റർ ഓഫ് ഭക്തി, പ്രൊപ്പഗേറ്റഡ് അല്ല പ്രൊപ്പഗേറ്റർ ആണ് ഇവിടെ, ഇതാണ് മിസ്റ്റേക്കാണ്, ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. കബീർ ആസ് എ പ്രൊപ്പഗേറ്റർ ഓഫ് ഭക്തി മൂവ്മെൻറ്റ്, സ്റ്റേറ്റ് യുവർ റീസൺസ്. ഭക്തി മൂവ്മെൻ്റ് ഒരു പ്രൊപ്പഗേറ്റർ ആയിരുന്നു കബീർ. നിങ്ങളുടെ റീസൺസുകൾ പറയാനല്ലേ കബീറിനെ പറ്റി എഴുതിയാൽ ഇത് പറയാം. കബീറിൻ്റെ ഭക്തി മൂവ്മെൻറ്റിനെ പറ്റി എന്ത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനുള്ള എല്ലാത്തിനും ഇതാണ് ആൻസർ വരുന്നത്. പല രീതിയിൽ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. കബീർ സ്റ്റുഡ് ഫോർ ഹിന്ദു മുസ്ലിം യൂണിറ്റി ആൻഡ് ബ്രദർഹുഡ്. കബീർ ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് വേണ്ടി നിലനിന്നിരുന്ന ഒരാളും സാഹോദര്യത്തിനൊക്കെ വേണ്ടി നിലനിന്ന ഒരാളാണ്. ഹി റിമൈൻഡഡ് ദാറ്റ് ദ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് വെയർ ടു വെസൽസ് മെയ്ഡ് ഓഫ് ദി സെയിം സോയിൽ. ഒരു സോയിലിനു നിന്നുണ്ടാക്കിയ രണ്ട് പാത്രമാണ് ഹിന്ദുക്കൾ മുസ്ലിമുകളെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഹി ആർഗ്യൂഡ് ദാറ്റ് കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ, അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മ, റിലീജിയസ് റിച്വൽസ് അതിൽ മതപരമായിട്ടുള്ള ആചാരങ്ങൾ, പോസ്റ്റ് ഡെത്ത് റിച്വൽസ് അത് നമ്മൾ മരിച്ചു കഴിയുമ്പോഴുള്ള കുറേ ആചാരങ്ങളുണ്ടല്ലോ അത്, ഐഡൽ വർഷിപ്പ് വിഗ്രഹാരാധന എക്സെട്ര വെയർ മീനിങ്ലെസ് അതിനൊന്നും അർത്ഥമില്ലെന്ന്. കബീർ ക്രിട്ടിസൈസ്ഡ് ഓൾ കൈൻഡ്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, റിലീജിയൻ, റേസ്, ലെഗസി, വെൽത്ത് എക്സെട്ര. അദ്ദേഹം ഈ ലെഗസി, വെൽത്ത്, കാസ്റ്റ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ഡിസ്ക്രിമിനേഷനെയും അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തു, വിമർശിച്ചു. കബീർസ് തോട്ട് ആൻഡ് ആക്ടിവിറ്റീസ് ഇവർ ഇമ്മേഴ്സ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഭക്തി സൂഫി ഐഡിയാസ്. അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസും ചിന്തകളുമെല്ലാം ഈ ഭക്തി സൂഫി ഐഡിയാസിൽ നിന്ന് വന്നതാണ്.
He rejected religious traditions completely. He also ignored the external rituals of the religions. Kabir, who believed in formless God, propagated ഭക്തി as a means of salvation. അദ്ദേഹം ഫോംലെസ് ഗോഡ്, രൂപമില്ലാത്ത ഗോഡിലായിരുന്നു അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. പ്രൊപ്പഗേറ്റഡ് ഭക്തി ആസ് എ മീൻസ് ഓഫ് സാൽവേഷൻ. നമുക്ക് സാൽവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്യൂരിഫൈ ചെയ്യുന്നതിന് ഭക്തിയാണ് ഒരു ഉപാധി എന്ന് അദ്ദേഹം വിശ്വസിച്ചു. എക്സ്പ്ലെയിൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ഗുരു നാനാക്ക്. ഗുരു നാനാക്ക് വാസ് എഗെയിൻസ്റ്റ് ദ മീനിങ്ലെസ് റിലീജിയസ് റിച്വൽസ്. അദ്ദേഹം അത് തന്നെയാണ് ചെയ്തിരുന്നത്. ഹി അറ്റംപ്റ്റഡ് ടു പ്രൊപ്പഗേറ്റ് ദ മെസ്സേജ് ഓഫ് ഓൺ ഗോഡ്. ഏകദൈവ വിശ്വാസിയായിരുന്നു. ഹി പ്രൊമോട്ടഡ് ദി ഐഡിയൽസ് ഓഫ് ഇക്വാളിറ്റി, ബ്രദർഹുഡ്, ലവ്, ഗുഡ്നെസ്, റിലീജിയസ് ടോളറൻസ്. ഇതിനെല്ലാം പ്രൊമോട്ട് ചെയ്തു. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, അഡൽറ്ററി, പിൽഗ്രിമേജ് എക്സെട്ര വെയർ റിജക്റ്റഡ് ബൈ ഹിം. പിൽഗ്രിമേജ് എന്ന് പറഞ്ഞാൽ തീർത്ഥാടനം. ഇതിനെല്ലാം അദ്ദേഹം എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു. എക്കണോമിക് ഇൻഇക്വാളിറ്റീസ് വാസ് ക്വസ്റ്റ്യൻഡ് ആൻഡ് പീപ്പിൾ വെയർ എൻകറേജ്ഡ് ടു അബ്സ്റ്റെയിൻ ഫ്രം യൂസിങ് ഇൻടോക്സിക്കൻസ്. അതായത് എക്കണോമിക് ഇൻഇക്വാളിറ്റീസ് എന്ന് വെച്ചാൽ സാമ്പത്തികപരമായിട്ടുള്ള അസമത്വത്തെയും അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്തു. പിന്നെ അദ്ദേഹം എന്ത്? എൻകറേജ്ഡ് ടു അബ്സ്റ്റെയിൻ ഫ്രം യൂസിങ് ഇൻടോക്സിക്കൻസ്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും മാറി നിൽക്കാൻ അദ്ദേഹം എൻകറേജ് ചെയ്തു. ഹി എംബസൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ലങ്കാർ ഓർ കമ്മ്യൂണിറ്റി കിച്ചൺ. കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത്. വേർ ഓൾ ക്ലാസ്സസ് ഓഫ് പീപ്പിൾ കുഡ് ഈറ്റ് ടുഗദർ. അപ്പോൾ എല്ലാ സെക്ഷനും, അപ്പോൾ അവിടെ ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇല്ല. എല്ലാ സമൂഹത്തിലുള്ള എല്ലാ സെക്ഷനിലുള്ള പീപ്പിളും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നതിനെ അദ്ദേഹം എൻകറേജ് ചെയ്തു. നെക്സ്റ്റ്, റൈറ്റ് എ നോട്ട് ഓൺ സൂഫിസം, അല്ലെങ്കിൽ അവരുടെ ഐഡിയാസുകൾ. സൂഫീസ് വെയർ ദോസ് ഹു അക്സെപ്റ്റഡ് ഭക്തി ആസ് എ മീൻസ് ടു അപ്രോച്ച് ഗോഡ്. അവരും ഭക്തി എന്ന് പറയുന്നത് ദൈവത്തിനോട് സമീപിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് കരുതിയിരുന്നത്. സൂഫി സ്കോളേഴ്സ് തോട്ട് വൺ ഓഫ് ദ വേസ് ടു അച്ചീവ് ദിസ് വാസ് ഡിവോഷണൽ സിംഗിങ്. അവർ ഈ ഒരു കാര്യം, ദൈവത്തിനോട് അടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം അച്ചീവ് ചെയ്യുന്നത് ഡിവോഷണൽ ഭക്തിഗാനങ്ങൾ പാടിയിട്ടാണെന്ന് അവർ വിശ്വസിച്ചു. ദേ ട്രാവൽഡ് എമംഗ് ദി കോമൺ പീപ്പിൾ ആൻഡ് പ്രൊപ്പഗേറ്റഡ് സൂഫി പ്രിൻസിപ്പിൾസ്. അത് അവർ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ട്രാവൽ ചെയ്ത് സൂഫിസത്തെ പറ്റി പ്രൊപ്പഗേറ്റ് ചെയ്തു. എംബസൈസ് വാസ് ഗിവൺ ടു ദ കൺസെപ്റ്റ് ഓഫ് മൊണോത്തീസം, ഏകദൈവ വിശ്വാസം, ഫർട്ടേണിറ്റി, ഹ്യൂമാനിറ്റി ആൻഡ് ഡിവോഷൻ ടു ഗോഡ്. ഇതിലൊക്കെയായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. ഫർട്ടേണിറ്റി എന്ന് പറഞ്ഞാൽ സാഹോദര്യം, ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം, ഡിവോഷൻ ടു ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ആരാധന. വിച്ച് ആർ മേജർ സൂഫി മാസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട സൂഫി മാസ്റ്റേഴ്സ് ഏതാണ്? പ്രോമിനൻ്റ് സൂഫി മാസ്റ്റേഴ്സ് ഏതാണ്? ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്രവർദി, സിൽഹെട്ടായിരുന്നു അവരുടെ പ്രദേശം. ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഡൽഹിയിൽ, ഖാജ മൊയിനുദ്ദീൻ ചിഷ്ടി അജ്മീറിൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് സൂഫി സെയിൻറ്റുകൾ, സന്യാസിമാർ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സൂഫിസം. സൂഫിസത്തെ പറ്റി ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ്. ഇതിനകത്ത് ഒരുപാട് ഓൺവേഡുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓൺവേഡ് കിട്ടും. സൂഫിസം ഈസ് ആൻ ഇസ്ലാമിക് ഡിവോഷണൽ മൂവ്മെൻറ്റ് ദാറ്റ് ഒറിജിനേറ്റഡ് ഇൻ സെൻട്രൽ ഏഷ്യ. ഇപ്പോൾ ഒരു സൂഫിസം എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക് ഡിവോഷണൽ മൂവ്മെൻ്റാണ്, ഭക്തി മൂവ്മെൻ്റാണ്. അത് എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തത്? സെൻട്രൽ ഏഷ്യയിലാണ് ഒറിജിനേറ്റ് ചെയ്തത്. ആസ് എ റെസ്പോൺസ് ടു ദ റൂളേഴ്സ് ഗ്രോവിങ് അറ്റൻഷൻ ടു വേൾഡ്ലി പ്രഷർ ലൈക്ക് വെൽത്ത്, പവർ ആൻഡ് ലക്ഷൂറിയസ് ലൈഫ്. ആ സമയത്ത് ഉള്ള രാജാക്കന്മാർ ഏതിനായിരുന്നു അറ്റൻഷൻ കൊടുത്തിരുന്നത്? അതായത് വേൾഡ്ലി പ്ലഷറിന്, ലൗകിക ജീവിതത്തിന്. ഏതൊക്കെയാണ്? വെൽത്ത്, ധനത്തിന്, പവർ ആൻഡ് ലക്ഷൂറിയസ് ലൈഫ്. എമംഗ് ദി 12 സൂഫി സെക്സ് നോൺ ആസ് സിൽസില. അപ്പോൾ മൊത്തം എത്ര എണ്ണം ഉണ്ടായിരുന്നു? 12 സൂഫി സെക്റ്റുകൾ ഉണ്ടായിരുന്നത്. ഈ സൂഫി സെക്സിനെ സിൽസില എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയിൽ വന്നത് ചിഷ്ടിയും സുഹ്രവർദിയും മാത്രമായിരുന്നു. ചിഷ്ടി സിൽസില, സുഹ്രവർദി സിൽസില. ദ സൂഫി മാസ്റ്റേഴ്സ് വെയർ ദി ഓൺസ് ഹു ഗേവ് ഇമ്പോർട്ടൻസ് ടു സ്പിരിച്വൽ ലൈഫ് എപ്പാർട്ട് ഫ്രം ലക്ഷൂറിയസ് ലൈഫ്. അപ്പോൾ ഇവർ ലക്ഷൂറിയസ് ലൈഫിൽ നിന്ന് മാറി അവരൊരു സ്പിരിച്വൽ ലൈഫിനായിരുന്നു അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ദ സൂഫി മാസ്റ്റേഴ്സ് വാസ് കാൾഡ് പിർ. ഒൺവേഡാണ്. സൂഫി മാസ്റ്റേഴ്സിനെ വിളിച്ചിരുന്നത് പിർ എന്നായിരുന്നു, അതായത് ഷെയ്ഖ്. ആൻഡ് ഹിസ് ഫോളോവേഴ്സ് വെർ കാൾഡ് മുരീദ്. അവരുടെ ഫോളോവേഴ്സിനെ വിളിച്ചിരുന്നത് മുരീദ് എന്നായിരുന്നു. ദി കാൻഗാസ് വെയർ ദ സൂഫീസ് റിസൈഡ് വെയർ ദ സോഷ്യൽ സെൻറ്റേഴ്സ് ഓഫ് ടൈം. അപ്പോൾ അവരുടെ റിസൈഡ്, താമസിച്ചിരുന്ന സ്ഥലത്തെ പറയുന്ന പേരാണ് കാൻക. അതൊരു സോഷ്യൽ സെൻറ്റേഴ്സുമായിരുന്നു.
ഖ്വാലീസ് ആർ ഡിവോഷണൽ സോങ്സ് റിസൈറ്റഡ് ഇൻ സ്പെഷ്യൽ ചാറ്റിംഗ്. ഒരു പ്രത്യേക ചാറ്റിംഗ് സ്റ്റൈലിലായിരുന്നു അവർ ഡിവോഷണൽ സോങ്സ് റിസൈറ്റ് ചെയ്തിരുന്നത്, ഉരുവിട്ടിരുന്നത്. അപ്പോൾ ഇവരുടെ ഡിവോഷണൽ സോങ്സിനെ പറഞ്ഞിരുന്ന പേരാണ് ഖ്വാലീസ്. അവരുടെ ആ സ്റ്റൈലിനെ പറഞ്ഞിരുന്ന പേരാണ് സമ ഇൻ ദ സൂഫി സെൻറ്റേഴ്സ്. സൂഫീസ് വെയർ ഏബിൾ ടു ബ്രിങ് യൂണിറ്റി എമംഗ് ഡിഫറെൻറ്റ് റിലീജിയസ് സെക്ട് ഡ്യൂറിങ് ദ സുൽത്താനേറ്റ് ആൻഡ് മുഗൾ പീരീഡ്. നെക്സ്റ്റ്, മേജർ ലിറ്റററി വർക്ക്സ് ആൻഡ് ഓതേഴ്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജസ്. പ്രാദേശിക ഭാഷയിൽ എഴുതിയ പ്രധാനപ്പെട്ട വർക്കുകളും അതിൻ്റെ ഓതേഴ്സും, എഴുത്തുകാരും. തമിഴിലുള്ളത് നലൈറ ദിവ്യപ്രബന്ധം, തിരുമുറൈകൾ, ആഴ്വാർസും നയനാർസും. കന്നഡ വചൻസ്, ബസവണ്ണ, അക്ക മഹാദേവി, അല്ലാമ പ്രഭു. തെലുങ്കിനകത്ത് ട്രാൻസ്ലേഷൻ ഓഫ് മഹാഭാരത, നന്നയ്യ, തിക്കണ്ണ, യാരപ്രഗത. ബംഗാളിയിൽ ഗീതാഗോവിന്ദ, ജയദേവ. ഹിന്ദിയിൽ പത്മാവത്, മാലിക് മുഹമ്മദ് ജെയ്സി. മലയാളത്തിൽ ജ്ഞാനപ്പാന, പൂന്താനം നമുക്കറിയാം. ആധ്യാത്മിക രാമായണം കിളിപ്പാട്ട് എഴുതിയത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് നമുക്കറിയാം. മുഹിയുദ്ദീൻ മാല എഴുതിയത് ഖ്വാസി മുഹമ്മദ്. ഇമ്പോർട്ടൻ്റ് ആണ്, വൺ വേർഡാണ്. വാട്ട് വെയർ ദ ചേഞ്ചസ് ഹാപ്പൻഡ് ഇൻ ദ സൊസൈറ്റി ആസ് എ റിസൾട്ട് ഓഫ് ഭക്തി സൂഫി മൂവ്മെൻറ്റ്. ഭക്തി സൂഫി മൂവ്മെൻറ്റിൻ്റെ വന്നതിൻ്റെ ഫലമായിട്ടുണ്ടായ സൊസൈറ്റിയിലുണ്ടായിരുന്ന ചേഞ്ചസ്. റിലീജിയസ് ടോളറൻസ് വന്നു, റിലീജിയസ് ആൻഡ് സോഷ്യൽ ഇക്വാളിറ്റി വന്നു, ആറ്റിറ്റ്യൂഡ് എഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, സ്പ്രെഡ് ഓഫ് വെർണാക്കുലർ ലാംഗ്വേജസ് അല്ലേ. മതപരമായിട്ടുള്ള സഹവർത്തിത്വം, അതുപോലെ തന്നെ സാമൂഹികവും മതപരവുമായിട്ടുള്ള ഇക്വാളിറ്റി വന്നു. ജാതി വ്യവസ്ഥയ്ക്ക് എതിരെ ഒരു ആറ്റിറ്റ്യൂഡ് വന്നു. സ്പ്രെഡ് ഓഫ് വെർണാക്കുലർ ലാംഗ്വേജ്, പ്രാദേശിക ഭാഷയുടെ വ്യാപനം. കാരണം അവരെല്ലാം പ്രാദേശിക ഭാഷയിലായിരുന്നു എല്ലാം എഴുതിക്കൊണ്ടിരുന്നത്. കോമൺ പീപ്പിളിന് മനസ്സിലാവുന്നത് പ്രാദേശിക ഭാഷയായിരുന്നു. ലിറ്ററസി ആൻഡ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ, കൾച്ചറൽ ഇൻ്റഗ്രേഷൻ, ആറ്റിറ്റ്യൂഡ് ടു ക്വസ്റ്റ്യൻ ഇമ്പോസ്ഡ് കസ്റ്റംസ്. ഈ നമ്മൾ ഇമ്പോസ് ചെയ്ത കസ്റ്റംസിനെയെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് വന്നു. ഇതിനെല്ലാം ഫലമായിട്ട് ഇമ്പാക്റ്റ് ഓൺ സൊസൈറ്റി, ഇതെല്ലാം സൊസൈറ്റിയിൽ വന്ന ഇമ്പാക്റ്റാണ്. നിങ്ങളുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ വലിയ ആൻസറുകൾ ഇതേ ഉള്ളൂ. പിന്നെ ഷോർട്ട് ആൻസറുകൾ, ചെറിയ വൺ വേർഡുകൾ കിട്ടണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചാൽ മതി. ടെക്സ്റ്റ് വായിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യനും ആൻസർ എഴുതാൻ പറ്റും. ഞാൻ ടെക്സ്റ്റ് വായിക്കാനേ പ്രിഫർ ചെയ്യത്തുള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്.